നെക്സ്റ്റ് ഈസ് ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബിൻ്റെ ഗ്രാഫാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ ആദ്യം തന്നെ എഫ് ഓഫ് എക്സിനെ നമ്മൾ വൈ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യണം. വൈ ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് എഴുതാം. ക്ലിയർ? വൈ ഈക്വൽ ടു എക്സ് ക്യൂബ്. ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ എക്സിന് ഓരോ വാല്യൂസ് കൊടുക്കുക, അതിനനുസരിച്ച് കിട്ടുന്ന വൈയുടെ വാല്യൂ നോട്ട് ചെയ്യുക. ഗ്രാഫ് വരയ്ക്കാൻ നമ്മൾ ആദ്യം തന്നെ ഇതേപോലെ ഒരു ടേബിൾ വരയ്ക്കണം. ഇതേപോലെ ഒരു ടേബിൾ വരയ്ക്കണം. എന്നിട്ട് എക്സിന് ഓരോ വാല്യൂ കൊടുക്കുക, വൈയുടെ വാല്യൂ അതിനനുസരിച്ച് നോട്ട് ചെയ്യുക. എക്സിന് നമ്മൾ 0 ആണ് കൊടുക്കണമെങ്കിൽ വൈയുടെ വാല്യൂ 0 ക്യൂബ് ആവും. 0 ക്യൂബ് 0 ആണല്ലോ. എക്സിന് 1 ആണ് കൊടുക്കണമെങ്കിലോ വൈയുടെ വാല്യൂ 1 ക്യൂബ് ആവും. 1 ക്യൂബ് 1 ആണ്. എക്സിന് 2 കൊടുത്താലോ? എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ 2 ക്യൂബ് വരും. ദാറ്റ് ഈസ് 8. എക്സിന് 3 കൊടുത്താലോ? എക്സിന് 3 കൊടുത്തു കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ 3 ക്യൂബ് വരും. 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27. നമ്മൾ 3ക്ക് അപ്പുറത്തേക്ക് വാല്യൂ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമ്മൾ നെഗറ്റീവ് നമ്പറുകൾ കൊടുക്കണം. എക്സിന് -1 കൊടുത്തു കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ -1 ക്യൂബാണ്. -1 ഇൻറ്റു -1 ഇൻറ്റു -1. അത് ചെയ്തു വരുമ്പോൾ -1 ആണ്. ഇനി എക്സിന് നമ്മൾ -2 കൊടുക്കുന്നു. വൈയുടെ വാല്യൂ -2 ക്യൂബ്, അത് -8 ആണ്. പിന്നെ നമ്മൾ എക്സിന് -3 കൊടുക്കാം. വൈയുടെ വാല്യൂ -3 ക്യൂബ് -27. നമ്മളിത് ഒരു ഗ്രാഫ് ഷീറ്റിൽ പ്ലോട്ട് ചെയ്യാൻ പോവാണ്. ഗ്രാഫ് ഷീറ്റ് എടുക്കുക. ഇതിനകത്ത് നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോവാണ് കാര്യങ്ങളെല്ലാം. ഇവിടെ എല്ലാ പോയിന്റും മാർക്ക് ചെയ്യുന്നില്ല, കാരണം 3,27 ഒന്നും നമുക്ക് ഗ്രാഫ് ഷീറ്റിൽ പ്ലോട്ട് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ 2,8 വരെ പോയാൽ മതി. ലെഫ്റ്റ് സൈഡിൽ -2, -8 വരെ പോയാൽ മതി. അപ്പോൾ കാരണം ഗ്രാഫ് ഷീറ്റിൽ അതിനുള്ള സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് സ്കെയില് നമ്പറിങ് മാർക്ക് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാർക്ക് ചെയ്യുക. 0 ഞാൻ ഒരു ഡിവിഷൻ 2 യൂണിറ്റ് എന്നുള്ള രീതിയിൽ എടുക്കാം, കാരണം സ്പേസ് ലാഭിക്കാൻ വേണ്ടിയാണ്. ഇത് 2 ആണ്, ഇത് 4 ആണ്, 6 ആണ്. അങ്ങനെ ഒരു ഡിവിഷൻ 2 യൂണിറ്റ് എന്നുള്ള രീതിയിൽ. ഇവിടെ -2, -4 അങ്ങനെ പോവും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു ഡിവിഷൻ 2 യൂണിറ്റ് എന്നല്ലേ പറഞ്ഞേ. 2, ഇത് 4, ഇത് 6, ഇത് 8 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിത് പ്ലോട്ട് ചെയ്യാം. ആദ്യം വരുന്ന പോയിന്റ് ഏതാണെന്ന് നോക്കിയേ, 0,0. അപ്പോൾ ഇവിടെ നെഗറ്റീവ് നമ്പറും കൂടിയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ താഴെ വരുമ്പോൾ ഇത് -2 വരും, ഇത് -4 വരും, ഇത് -6, ഇത് -8 അങ്ങനെ താഴേക്ക് പോകും അല്ലേ. അപ്പോൾ നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോവാണ്. 0, 0 അത് ഒറിജിൻ ആണെന്ന് അറിയാമല്ലോ. 1, 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രാഫ് ഷീറ്റിൽ 1, 1 മാർക്ക് ചെയ്യാൻ അറിയാമല്ലോ. ഇത് എവിടെയായിട്ട് വരും? 1, 1 വന്നത് ക്ലിയർ ആയല്ലോ അല്ലേ. ഇത് എവിടെ? മിഡിലാണല്ലോ. ഇവിടെ 1 ഇവിടെ കറക്റ്റ് മിഡിലാണ്. ഗ്രാഫ് ഷീറ്റിൽ അത് മിഡിൽ വാല്യൂ കാണിച്ചിട്ടുണ്ടാവും. ഇവിടെ ഞാൻ കാണിച്ചിട്ടില്ല. ഗ്രാഫ് ഷീറ്റിൽ ഇതിൻ്റെ മിഡിൽ വാല്യൂ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ എക്സ് 1 ആവുമ്പോൾ വൈയും 1 ആണ്. കണ്ടില്ലേ? 2,8. എക്സ് 2 ആവുമ്പോൾ വൈ 8 ആണ്. 2,8 ഇവിടെയല്ലേ വരുന്നതെന്ന് നോക്കി. പിന്നെന്താണ് വരുന്നത്? -1, -1 എവിടെയായിട്ട് വരും അറിയാമല്ലോ. നേരത്തെ ചെയ്ത പോലെ തന്നെ മിഡിൽ വാല്യൂ. ക്ലിയർ ആയല്ലോ? മിഡിൽ വാല്യൂ ഇവിടെ മിഡിൽ വാല്യൂ -1, ഇവിടെ മിഡിൽ വാല്യൂ -1, -1. പിന്നെ -2, -8. -2 വരുമ്പോൾ -8. ഈ പ്ലോട്ട് ചെയ്ത പോയിന്റുകളെല്ലാം സ്മൂത്തായിട്ട് ജോയിൻ ചെയ്യുക. ഞാൻ ജോയിൻ ചെയ്ത് വരച്ച് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ജോയിൻ ചെയ്തു. കണ്ടല്ലോ, ഈ തന്ന പോയിന്റുകൾ, കിട്ടിയ പോയിന്റുകളെല്ലാം ജോയിൻ ചെയ്തു. അപ്പോൾ നമ്മളവിടെ എഴുതാം. ഇവിടെ 1, 1 ഉണ്ട് അല്ലേ. ഇവിടെ എന്താണുള്ളത്? 2,8. അതുപോലെ ഇവിടെ അറിയാമല്ലോ 0, 0 ഉണ്ട്. ഇവിടെ -1 ഉണ്ട്. ഇവിടെ -2, -8 ഉണ്ട്. അതെല്ലാം മാർക്ക് ചെയ്യുക. ഇതാണ് y = x³ ഗ്രാഫ് വരുന്നത്.
ഇതിൻ്റെ കൂടെ ഡൊമൈനും റേഞ്ചും ചോദിക്കും. ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന് എന്തൊക്കെ വാല്യൂ കൊടുക്കാൻ പറ്റുന്നുണ്ടോ അതാണ് ഡൊമൈൻ. എക്സിന് കൊടുക്കാൻ പറ്റാവുന്ന വാല്യൂസ് അതാണ് ഡൊമൈൻ. y = x³ ഡിഫൈൻഡ് ആവണം. എക്സിന് എന്തൊക്കെ വാല്യൂ കൊടുക്കാം? എക്സിന് എന്ത് റിയൽ വാല്യൂ വേണമെങ്കിലും കൊടുത്താലും അതിൻ്റെ ക്യൂബ് ഡിഫൈൻഡ് ആണ് അല്ലേ? പോസിറ്റീവ് നമ്പർ കൊടുത്താലും നെഗറ്റീവ് നമ്പർ കൊടുത്താലും 0 കൊടുത്താലും എക്സിന് എന്ത് വാല്യൂ കൊടുത്താലും ക്യൂബ് ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഡൊമൈൻ റിയൽ നമ്പർ ആണ്, എനി റിയൽ നമ്പർ. റേഞ്ച് എന്ന് പറഞ്ഞാൽ വൈക്ക് കിട്ടുന്ന വാല്യൂസ്. ഒരു നമ്പറിന് ക്യൂബ് എടുത്താൽ എന്തൊക്കെ വാല്യൂ കിട്ടും നോക്കിയേ. പോസിറ്റീവ് നമ്പർ കിട്ടുന്നുണ്ട് ഇല്ലേ? നോക്കിയേ. നെഗറ്റീവ് നമ്പറുകൾ കിട്ടുന്നില്ലേ? 0യും കിട്ടുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഫ്രാക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രാക്ഷൻസും കിട്ടുന്നുണ്ട് കേട്ടോ. ഞാനതിവിടെ ടേബിളിൽ കാണിച്ചിട്ടില്ല. എക്സിന് 1.6 2.7 ഒക്കെ കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ അതിനനുസരിച്ച് ഫ്രാക്ഷൻസുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എക്സിന് ഓരോ വാല്യൂ കൊടുക്കുന്നതിനനുസരിച്ച് വൈക്ക് കിട്ടുന്ന വാല്യൂസുകളൊന്ന് നോട്ട് ചെയ്താൽ മനസ്സിലാവും. വൈക്ക് പോസിറ്റീവ് നമ്പറുകളൊക്കെ കിട്ടുന്നുണ്ട്, നെഗറ്റീവ് നമ്പറുകളെല്ലാം കിട്ടുന്നുണ്ട്, 0യും കിട്ടുന്നുണ്ട്. വൈക്ക് കിട്ടുന്ന വാല്യൂസുള്ള സെറ്റ് 6 ആണ്. റേഞ്ച് എത്രയാണ്? 6 ആണ്.